എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും. അതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കണോടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ഞാനിവിടെ 200 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയുടെ നീരിന് പകരം വിനാഗിരി ചേർത്താലും മതിയാവും. അതുപോലെ നമുക്ക് മീനൊക്കെ ചേർക്കുന്ന പുളിയുടെ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ ചെമ്മീനിലോട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതിപ്പോൾ ഇനി 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ കറിവേപ്പില ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയ്ക്ക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഇളക്കി നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ വളരെ പെട്ടെന്ന് തന്നെ കുക്കാവും. അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് സവാള വഴറ്റിയതും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നാരങ്ങാനീര് ചേർത്തതിന് പകരം ഈ സവാള വഴറ്റിയതിന് ശേഷം തക്കാളിക്ക അരിഞ്ഞ് ചേർത്ത് വഴറ്റി ചേർക്കാം. അതുപോലെ പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മൾ സവാളയെല്ലാം വഴറ്റിയത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. അപ്പം പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ചെമ്മീനിൽ തന്നെ വെള്ളമുണ്ട്. അത് മാത്രം മതിയാവും ഇതൊന്ന് കുക്കായി കിട്ടാൻ. അപ്പം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി തുറന്ന് വെച്ച് നന്നായിട്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതിനകത്ത് ഈ സമയത്ത് എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാനൊക്കെയുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ കറിവേപ്പില ചേർത്ത് ചെമ്മീൻ്റെ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീനും മസാലയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു.